അല്ല. എന്റെ ക്ഷമനം ഗൂഗിൾ ചെയ്യാനേ. ഞാൻ ആദ്യമായിട്ട് വെക്കാം അങ്ങനെ ഒരു സാധനം. നല്ലൊരു സാധനമാണത്. അതെ, നല്ല സ്കോപ്പാണ്. ഹഷ്മിന. നമ്മൾ നമ്മൾ തീരെ സംസാരിക്കാത്തോണ്ടേ എനിക്ക് തീരെ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ ആ മാർക്ക് ചെയ്ത് വെച്ചൊരു പേര് എന്നല്ലാതെ എൻ്റെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് പോയി. എൻ്റെ മൈൻഡിൽ ഹബ്ഷി എന്നുള്ള പേരാണ് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്. എന്താ ഹഷ്മിന അല്ലേ? ഹഷ്മിന. ഇന്ന് കരയേറ്റം ബ്രൈഡൽ ലുക്കൊന്നും അല്ല കേട്ടോ. നമ്മളൊരു ലൈറ്റ് ഗസ്റ്റ് ലുക്കിൻ്റെ കുറച്ചുകൂടെ മേലേക്ക് കയറിയിട്ടൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലുക്ക്, ഒരു മിനിമം ലുക്ക് അങ്ങനെയാണ് പോകുന്നത്. നാളെ ബ്രൈഡൽ ലുക്കിലേക്കല്ലേ. പ്രത്യേകിച്ച് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ നാളെ ചോദിക്കാം. ഇന്നത്തേക്ക് റിക്വയർമെൻറ്റ്സ് ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്ന് കാരണം നമ്മളൊരു മിനിമൽ അത്രേ ഉണ്ടാവുള്ളൂ, ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം തുടങ്ങാം കേട്ടോ. ഇന്നത്തെ മസ്കാരൻ്റെ ആണോ ഈ അവശിഷ്ടങ്ങൾ ചാടുന്നത്? അന്ന് വന്ന സമയത്തും ഒന്നും ഇതുവരെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ സലൂണായിട്ടൊന്നും ഇയാൾ കോണ്ടാക്ട് ചെയ്തില്ലല്ലോ. നിങ്ങളാണോ സംസാരിക്കുന്ന ആള്? കല്യാണം പ്രമാണിച്ചല്ലാത്തവരാണെങ്കിലും ഇങ്ങനെ ഇരിക്കണോണ്ട് ഇന്നെ ഞാൻ അതിനേക്കാളും അപ്പുറം കുറച്ച് പരിചയമായില്ല. ഇപ്പം നമ്മൾ 2-3 പ്രാവശ്യം കണ്ടില്ലേ. പരിചയക്കുറവ് മാറിയില്ലേ. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്തു. എവിടുന്നാ ചെയ്താൽ? എഞ്ചിനീയറിങ്. ഒരാൾ പറയാറുള്ളൂ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇൻട്രോവേർട്ടാണെന്ന്. അങ്ങനെ അങ്ങോട്ട് അധികം ഒന്നും എന്നോട് ചോദിക്കരുത്. അപ്പം അതാ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. മനസ്സിലായി. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് സ്കിന്ന് ഓയിലി ആയി വരാറുണ്ടോ? ചെയ്യാറില്ല. മേക്കപ്പ് പിമ്പിൾ വരുന്നോണ്ട് ജനറലി അങ്ങനെയാണ്. എന്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ സ്കിന്ന് ഓയിലി ആയി വരുമോ? നാളെ രാവിലെ നേരത്തെ ആയതുകൊണ്ടേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതാ. സിബ്ലിങ്സ് ഉണ്ടോ?
ധാരാളം. അല്ലെങ്കിൽ പ്രീ ബ്രൈഡൽ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ പരിചയമാവുമായിരുന്നോ? അതും കണ്ടില്ലല്ലോ അന്ന്. അന്നാണ് നല്ല റഷ് ആയിരുന്നു നമുക്ക്, അതുകൊണ്ട് അധികം നേരമൊന്നും സംസാരിച്ചില്ലല്ലോ, വേഗം പറഞ്ഞങ്ങ് പോയില്ലേ. എന്നും നിൽക്കണ പോലെ കല്യാണത്തിന് വന്നിട്ട് കാര്യമല്ല. ഇന്നതുപോലെ മുഴുവൻ മേക്കപ്പ് ചെയ്യൂലല്ലോ, കല്യാണത്തിന് അന്നൊരു ദിവസമല്ലേ ഉണ്ട്, ആ ഒരു 2-3 ദിവസത്തേക്ക് മാത്രമല്ലേ. പിന്നെ പക്ഷെ എനിക്ക് പിന്നെയും കല്യാണത്തിന് ഒരുങ്ങി അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ചെയ്ത കുട്ടിയുണ്ട്. അവൾ അന്ന് എങ്ങനെയാണോ ബ്രൈഡായിരുന്നു അതേപോലത്തെ ഉള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മളെ മുഖത്തിൻ്റെ റിയാക്ഷൻ എന്താക്കണം എന്ന് അറിയണമെങ്കിൽ. സ്വന്തം കാര്യമൊക്കെ ചെയ്തോളൂല്ലേ. അതിനെപ്പറ്റിയൊന്നും പറയാനല്ലേ. ഞാൻ വളരെ ഡീസൻ്റ് ആണ്, എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. നിക്കാ കഴിഞ്ഞതാ? ഇന്നലെ ഇനി നിക്കാ? അല്ലാ, ഡ്രസ്സ് വാങ്ങാൻ പോയതാണ്. വെറുതെ ഇല്ലാത്ത വേണ്ടാത്ത അപവാദം പറഞ്ഞ് പരത്താണ് അല്ലേ? എന്നോടൊക്കെ ഇപ്പൊ അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കാര്യമില്ല, അത് 9 മണിക്ക് പോയി 11 മണിക്ക് ഞാൻ വന്ന്. വെറുതെ അതുവരെ ഈ പറഞ്ഞത് ആദ്യം പറഞ്ഞാൽ മതിയേനു. അല്ല, എന്റെ ക്ഷമനം പരിശീലത. ഞാൻ ബഹുമാനം കൊണ്ട് പേര് പറയാറില്ല. പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള പേരാ? അല്ല അല്ല, ഈ പറഞ്ഞു അത് എക്സ്പ്ലെയിൻ ചെയ്യണം, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല. സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ധൈര്യമായിട്ട് സംസാരിക്കാം. ഗൂഗിൾ ചെയ്യാനോ? ഞാൻ ആദ്യമായിട്ട് വെക്കാം അങ്ങനെ ഒരു സാധനം. നല്ലൊരു സാധനമാണത്, നല്ല സ്കോപ്പാണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല അതെന്താ സംഭവം എന്നുള്ളത്. ആക്ച്വലി എന്താ നിങ്ങളെ പണിയെന്ന്? മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഇത് നല്ലൊരു ഇതാണ്. തുടക്കത്തിൽ തന്നെ അത് വെച്ചാൽ മതി, ഇത് നല്ലൊരു ഇതാണ്. ഇതെന്താ സൈക്കോളജി മറ്റേ അതേപോലെ ഉള്ള സംഭവം? ആൾക്കാരെ മെന്റർ ചെയ്യും അങ്ങനത്തെ പരിപാടിയാണോ? കൈൻഡ് ഓഫ്. അതെ, ഇപ്പൊ ഗൂഗിൾ ഫോണും പിടിച്ചിരിക്കല്ലേ. ആദ്യം പ്രതീക്ഷിച്ചിരുന്ന ഇതൊക്കെ ഒന്ന് പഠിച്ചു വരെയായിരുന്നു. ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അറിയില്ലായിരുന്നു. മേക്കപ്പ് ചെയ്യുന്നു മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ല, ഇങ്ങനെയാണ് നമ്മളോരോന്ന് പഠിക്കണേ. നാളെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. നാളത്തേക്ക് നമുക്കൊക്കെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം കേട്ടോ, ചോദിക്കാൻ വേണ്ടിയിട്ട്. റെഡ് ബുൾ നാളെ വേണമെങ്കിൽ റെഡ് ബുള്ളൊക്കെ കഴിക്കാം, ഉറക്കം വരാണ്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ.
അവർക്ക് ഞാൻ പേര് കേട്ടൊരു പേരായതുകൊണ്ടേ പഠിച്ചെടുക്കുന്ന നല്ല ഞാൻ അറിഞ്ഞിട്ട് വേണ്ട കിട്ടണമെങ്കിൽ. ഞാൻ ആ കാര്യം മാത്രം അന്വേഷിച്ചിട്ടില്ല. ഗ്ലോ വേണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ട്. മറ്റേതൊക്കെ വരയ്ക്കുമ്പോൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ അതിന്റെ സൈഡിൽ എഴുതി വെക്കും. मैंने सोचा वो सबसे छोटा है. श्रीजू ഈ ഒരു വേറെ ഇതൊന്നും ഈ ഒരു സാധനം കാണൂല വേറെ എന്ത് ചെയ്താലും. ഡാൻസിനെ കണ്ടിട്ടുള്ളൂ. അല്ല ശരിക്കും വളർത്തല്ലേ. സാധാരണ ഇങ്ങനെ മുടി എൻ്റെ പോളിഷ് ഇങ്ങനെയാണോ എടുക്കാറ്? താഴേക്കാണോ എടുക്കാറ് അതോ മേലേക്കോ? വെറുതെ വെറുതെ അവിടെ ഇടും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ഓക്കെ ആണോ? ഹെയർ ഇയാൾ കംഫർട്ടാണോ? ഇത് ഞാൻ പരിപാടി കഴിയണവരെ ഇളകി വരില്ലല്ലോ. അതൊന്നുമില്ല, അതിലൊക്കെ ഞാൻ ഗ്യാരണ്ടിയാ. വേറെ കുഴപ്പം അല്ല, ഹെയർ കാരണം ഇത് സിമ്പിളായിട്ട് ആയതുകൊണ്ടേ അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ചെയ്തത് ഇതുപോലെ തന്നെ ഇരിക്കും. ഇത് പോക്കണമെങ്കിൽ ഷാമ്പു ചെയ്ത് കുളിക്കണം. കുളിക്കാതെ നാളെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് വന്നേക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. കുളിക്കാൻ മടിയാ? ഇല്ല അങ്ങനെയൊന്നുമില്ല. മഴയുള്ളപ്പോഴും മഴ ഇല്ലാത്തപ്പോ ഇതിൻ്റെ കൂടെ ഈ ലിപ്പ ഭംഗി ഉണ്ടാവാം. ഡ്രസ്സ് നല്ല വൈബ്രന്റ് റെഡാണ്. ഡ്രസ്സ് ചെയ്യാട്ടോ. മോനെ ഈ ലെവലിൽ മതിയില്ല ഷോള്. മീഡിയം. നിങ്ങൾ കാറ് കയറുമ്പോൾ
അതേപോലെ സീറ്റിൽ ഇരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇതിൻ്റെ മേലെ ഇരുന്ന് നീങ്ങിപ്പോയാൽ എന്തായാലും അത് താഴേക്ക് പോരും കേട്ടോ. അമ്മായി എങ്ങനെയുണ്ട്? ഇഷ്ടമായ? ഓ നല്ലത്. ടെൻഷൻ മാറിയാ? ആദ്യത്തിലുണ്ടായിരുന്ന പേടി മാറിയാ കഴിഞ്ഞപ്പോൾ? അത് ഞാൻ എന്നെ ഇതുവരെ ഇങ്ങനെ സെറ്റായി കാണാത്തോണ്ടുള്ളൊരു ടെൻഷനാണ്. നാളെ നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അല്ലേ? ഇന്നത്തേലൊരു ചെറുതായിട്ടൊന്ന് ശീലമാവുമല്ലോ. ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, വളരെ കുറഞ്ഞ സംഭവമേ ഉള്ളൂ. വളരെ മിനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമലാണ്. ഓക്കെ, പക്ഷേ നല്ല അടിപൊളിയാണ്. അറ്റയറും അതെ, നെക്ക് പീസും അതെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സും ഇതും. അയ്യോ ഞാൻ മാത്രം, ഇതിൽ വേറൊരാളുടെ കയ്യുമില്ല. അപ്പം നമുക്ക് നാളെ കാണാം. ഞാൻ മാത്രമാണ് അറിയാം നാളത്തെ എത്ര ഇയാൾ ഒറ്റക്ക് സംസാരിക്കുന്ന ആ വാങ്ങൊക്കെ നല്ല രസമുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യുന്നതാണ് ഭംഗി. അതിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഉത്തരം വരുന്നു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലാന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. മാവൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി, ഞാൻ കട്ട് ചെയ്തോ. ഞാനൊന്നും ചെയ്യില്ല, ഒരു കഴിവും ഇല്ല. കഴിവ് മനസ്സോണ്ട് ഞാൻ കറങ്ങുന്നു. അതാ ജസ്റ്റ് 2 ദിവസം കണ്ണാടിന്റെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയാണ്. കുറച്ച് താഴെ ക്യാമറയിലേക്ക് നോക്കുക, ചിരിക്കുക. ഞാൻ സൗണ്ട് മറ്റേ ഈ പോസ് നീ പോവുള്ളൂ. ഞാൻ പറഞ്ഞത് ഫോട്ടോസ് ഒക്കെ ഭയങ്കര അബദ്ധം. 1 2 നല്ലത് കിട്ടിയാല് നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതെ നിങ്ങളെ കയ്യിൽ പോലെ 5 മണിയായി. ഞാൻ ഈ കൊച്ചിന് വരുമ്പോൾ എനിക്ക് പോയിട്ട് മാറ്റണ്ടേ? ഒരു മിനിറ്റ് മോളെ ഇതൊന്ന് ഓട്ടിക്കട്ടെ. അതിനടിയോ അതിനോടൊന്ന് പറയാനേ പറയാൻ ആ